ഈറ്റിൻ്റെ ഡേ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ ചുക്കയും അത് തലേദിവസം വെച്ച ചിക്കൻ ചുക്ക പിറ്റേന്ന് രാവിലെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇടിയപ്പം എന്തെങ്കിലും കറി കൂട്ടി കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. വീട്ടിൽ ഇടിയപ്പത്തിൻ്റെ ഒരു ഫാനുണ്ട്. ഇടിയപ്പത്തിന് കൊഴുക്കട്ടയുടെയും മധുരം വെച്ച കൊഴുക്കട്ടയല്ല, നമ്മുടെ സാധാരണ തേങ്ങയും ജീരകവും ഒക്കെ വെച്ചിട്ട് അരയ്ക്കുന്ന കൊഴുക്കട്ടയും ഒക്കെ കഴിക്കുന്ന ഒരു ഫാനാണ് അമ്മ. എനിക്ക് പിന്നെ എന്തായാലും ഈ ഇടിയപ്പത്തിന് കറി വേണം കേട്ടോ. ഇപ്പം ഇത് പീച്ചുന്നതും ഇത് പുഴുങ്ങിയെടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയായിരിക്കും കുഴയ്ക്കുന്നതും ഒക്കെ. നേരത്തെ അമ്മയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. നമ്മൾ ആ പഴയ അച്ചിൽ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം ഈസി ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇടിയപ്പം ഇപ്പം എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഇത് നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിൽ ഗണപതി ഹോമം കഴിച്ചതിൻ്റെ ഇത് കുഞ്ഞമ്മ കൊണ്ട് തന്നതാണ്. സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോരുത്തർ വെക്കുന്നതിൻ്റെ ആയിരിക്കും കേട്ടോ. ഇത് നല്ലതായിട്ട് കൽക്കണ്ടവും നെയ്യും മുന്തിരിങ്ങയും ആ ശർക്കരയൊക്കെ ചേർന്നിട്ട് എള്ളുമൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒരു അരിപ്പത്തരവും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അതാണ് എൻ്റെ മുഖത്ത് ഇത്രയും എക്സ്പ്രഷൻ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ ചക്കക്കുരു ഷേക്ക്. ചക്കക്കുരു ആവശ്യത്തിന് ഞാനൊരു 10-12 ഒക്കെ ഇട്ടായിരുന്നു. അത് കുക്കറിലിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ അതും അതിനകത്ത് ഏലക്ക ചേർത്തു, ചോക്ലേറ്റ് ചേർത്തു, മധുരത്തിനായിട്ട് ഈന്തപ്പഴം ചേർത്തു, പാലോട് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം അരഞ്ഞ് കിട്ടണം നന്നായിട്ട്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾക്ക് ഈ ചൂടത്ത് നല്ലതായിട്ട് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, നമ്മൾ റീഫ്രഷ് ചെയ്യാനും നല്ലതാണ്, ഭയങ്കര ബെനിഫിറ്റാണ്. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് എന്തോ നേരത്തെ കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു. കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്. ചെറുപയർ പായസം ഒരു ദിവസം കഴിച്ചപ്പോൾ അതേ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ വളരെ ആസ്വദിച്ച് പെതുക്കെ ഇരുന്നേ കഴിക്കുകയുള്ളൂ. കാരണം എനിക്ക് തണുപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് പണി കിട്ടും. അപ്പോൾ പെതുക്കെ ഇരുന്ന് ആസ്വദിച്ച് ഞാൻ അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ്, ബീറ്റ്റൂട്ട് തോരന്, പാവയ്ക്ക മെഴുക്കുവരട്ടി, ചിക്കൻ ചുക്ക, പിന്നെ അവിയൽ, ചമ്മന്തി, തൈര്. ഇതിൽ ഈ അവിയലൊക്കെ കുഞ്ഞമ്മ കൊണ്ട് തരുന്ന കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അത് എപ്പോൾ എല്ലായിടത്തും ഉണ്ടോ നമുക്കറിയില്ല, എന്നാലും നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഇനിയും കാണുമ്പോഴേക്കും ബൈ ബൈ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ഇനിയും കാണാം.